ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെ കളക്ഷൻസ്. അപ്പോൾ ഇന്ന് ഞാൻ ഇതേപോലെ ഒരു സ്ലിപ്പറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേ ഫുള്ള് സ്റ്റോൺ ഷീറ്റ് വെച്ച് ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ B7000 ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. നിങ്ങൾക്കും ഇതേപോലെ B7000 വെച്ചും ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ ഫെവിക്വിക്ക് എന്ത് വേണേലും യൂസ് ചെയ്യാവേ. അപ്പോൾ സ്റ്റോൺ ഷീറ്റ് ഇതേപോലെ ഞാൻ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് ഇതേപോലെ ഷേപ്പ് സൈഡിലേക്ക് ആയത് കൊണ്ട് തന്നെ നല്ല ഭംഗി തോന്നിക്കാൻ വേണ്ടി, ഒരേപോലെ തോന്നിക്കാൻ വേണ്ടിയാണ് ഞാൻ സ്റ്റോൺ ലേസ് ഒട്ടിച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ നല്ല ഫിനിഷിങ് ലുക്ക് കിട്ടാൻ വേണ്ടി സൈഡിലൊക്കെ ഞാൻ ഇതേപോലെ സ്റ്റോൺ ഷീറ്റ് വെറുതെ വെച്ചിട്ട് കട്ട് ചെയ്ത് ആ ഷേപ്പ് അങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ സ്റ്റോൺ ഷീറ്റ് വെച്ചിട്ട് യൂസ് ചെയ്യാം. നമുക്ക് നല്ല ബീഡ് വർക്ക് ചെയ്ത ഒരു സ്ലിപ്പർ പോലെ ഉണ്ടാവും. അതേപോലെ നമുക്കിത് പാർട്ടി വെയർ ആയിട്ടോ അല്ലെങ്കിൽ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഈ പഴയതും പുതിയതുമായിട്ട് നല്ല വ്യത്യാസമുണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ വില കുറഞ്ഞ ചെരുപ്പുകൾ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് തന്നെ ലാഭം ഉണ്ടാക്കാൻ പറ്റും. കാരണം നമ്മൾ മേടിക്കുമ്പോൾ ഇങ്ങനത്തെ ബീഡ്സ് ഓൺലൈന് നല്ല റേറ്റാണ്. നിങ്ങൾക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. ബട്ട് ഇതിൻ്റെ ഫൈനൽ പ്രൈസുകളൊക്കെ ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യാം. എത്ര രൂപയായി, എങ്ങനെയാണ് ഇതിൻ്റെ ടോട്ടൽ കോസ്റ്റ് വരുന്നതും ഒക്കെ. അപ്പോൾ ഇതിൽ വന്നിട്ട് ഞാൻ ഫുള്ള് സ്റ്റോൺ ഷീറ്റ് തന്നെയാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇതേപോലെ സൈഡൊക്കെ ഒട്ടിച്ച് കൊടുത്തു. ബാക്കിയൊക്കെ വരുന്നതിൽ പിന്നെ ഈ ഒരു ഭാഗത്ത് മാത്രം കുറച്ച് ഗോൾഡൻ ടച്ച് വരുന്ന സ്റ്റോൺ ലേസാണ് യൂസ് ചെയ്തേക്കുന്നത്. ഈ ഒരു പോർഷനിൽ മാത്രമാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്, രണ്ട് സ്ലിപ്പറിൻ്റെ. പിന്നെ വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോൺ ലേസാണ്. ഫ്രണ്ടിലും അതേപോലെ വേറൊരു ചെറിയ ഭാഗത്തും സ്റ്റോൺ ലേസ് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് വേറെ ബീഡ് ഇവിടെയാണ് ഞാൻ സ്റ്റോൺ ലേസ് പിന്നെയും കൊടുത്തേക്കുന്നത്. കാരണം സ്പേസ് കുറേ ഉണ്ട്, എന്നാൽ വെക്കാനുള്ള വേറെ ഒരു ഷീറ്റും കൂടെ വെക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് അവിടെയും ഫൈനൽ ലുക്ക് കിട്ടാൻ വേണ്ടി ഇതേപോലെ സ്റ്റോൺ ഷീറ്റാണ്. ഇത് വട്ടം ഇങ്ങനെ കംപ്ലീറ്റ്ലി റൗണ്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ കംപ്ലീറ്റ് റൗണ്ടിൽ പോയി അതിന് ശേഷം താഴേക്ക് ഞാൻ ഇങ്ങനെ ബോക്സ് ഷേപ്പിൽ തന്നെ വെച്ച് കൊടുത്തു. ഫൈനൽ ലുക്ക് ഇതാണ് വരുന്നത്. നല്ല ഭംഗിയില്ല. ഇനി ഇതിൻ്റെ സ്ലിപ്പറിൻ്റെ അടിഭാഗം ഞാൻ തുന്നിയിട്ടുണ്ട് കടയിൽ കൊടുത്ത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ വീഡിയോസിൻ്റെ അടിയിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതേപോലെ സ്റ്റോൺ ലേസ് ഞാൻ ഫുള്ള് വെച്ച് കൊടുക്കുകയാണ്. നമ്മുടെ മെറ്റീരിയൽസ് നമ്മുടെ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഞാൻ ഇതിൽ ഈ സ്റ്റോൺ ലേസ് ഫുള്ള് ഉപയോഗിച്ചാൽ ഈ ഒരു പോർഷനിൽ മാത്രമാണ് കുറച്ച് വെക്കേണ്ട വന്നുള്ളൂ. കാരണം മറ്റേത് ഫുൾ ലേസ് എടുത്ത് വട്ടം ചുറ്റി വെച്ചേക്കാണ്. അതിൽ കംപ്ലീറ്റ്ലി മേള് മുതൽ താഴെ വരെ ഒരേ ഷീറ്റാണ് ഉപയോഗിച്ചേക്കുന്നത്. നിങ്ങൾക്ക് ഈ സ്ലിപ്പറിൻ്റെ അടിഭാഗം ഒരു ഇച്ചിരി മാത്രം വേറെ എടുത്തൊട്ടിച്ചു. അപ്പോൾ ലുക്കിൽ ഇങ്ങനെയാണ് ഭംഗി വരുന്നത്. നല്ല ഭംഗിയാണ്. നിങ്ങൾക്ക് ഇത് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്നോ അല്ലെങ്കിൽ എത്ര രൂപയുടെ ആകുന്ന കമൻറ്റ് ചെയ്യുക. ഇത് ഞാൻ സ്ലിപ്പർ വന്നിട്ട് 400 ആയിരുന്നു, ഓഫർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് 200 എനിക്ക് ഈ ചെരുപ്പ് കിട്ടി. ഇതിൽ ഞാൻ തുന്നാനൊരു 50 രൂപയായി. അതല്ലാതെ ഈ പേൾ വർക്ക് എന്ന് പറയുന്നത് ഞാൻ 4 ഷീറ്റാണ് ഒരു സൈഡിൽ എടുത്തേക്കുന്നത്. പിന്നെ ഒരു ഷീറ്റ് മറ്റേ സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ചതും എടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റോൺ ലേസ് ഇച്ചിരി എടുത്തിട്ടുള്ളൂ, 1/2 മീറ്റർ പോലും ഇല്ല. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. 4 ഷീറ്റ് ഒരു സൈഡിൽ വരുന്നുണ്ട്, 4 ഷീറ്റ് അപ്പുറത്തും. സൈസിനനുസരിച്ച് മാറ്റമുണ്ടാകും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, താങ്ക് യു.